പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ബലഹീനതകളുടെയും മധ്യത്തിലും അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്താൽ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. രോഗങ്ങളും പ്രയാസങ്ങളും ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പകർച്ചരോഗത്തിന്റെ പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും ഞങ്ങളുടെ ചുറ്റുപാടുകളിലൂടെ ഞങ്ങൾക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നതായ സന്ദർഭങ്ങളിലും സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി, അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചതിനായി നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ദിവസം അനുഗ്രഹിച്ച് നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് അല്പസമയം അങ്ങയുടെ തിരുസന്നിധിയിൽ ചെലവിടുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലും അങ്ങയുടെ തിരു സാന്നിധ്യം പകരണം. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. കൂട്ടായ്മയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം അങ്ങ് ഇടവരുത്തുന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം. മാനവും മഹത്വം സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അങ്ങനെടുത്ത് എന്നേക്കുമായി മാനിച്ചു തന്നേ വന്യനാമം. അങ്ങനെടുത്ത് എന്നേക്കുമായി മാനിച്ചു തന്നേ വന്യനാമം. ഇന്നത്തേക്കായിട്ടുള്ള സങ്കീർത്തന ഭാഗം 2-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണനേരത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കായിട്ടുള്ള പാഠഭാഗങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 24 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 24 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തു ജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചിട്ട് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പർവ്വജാതികളെയും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം ഈ പഴയ നിയമ പാഠഭാഗങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലേഖന പാഠഭാഗം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യും. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം ഈ ലേഖന പാഠഭാഗങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുവിശേഷ ഭാഗം കൂടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം ഈ സുവിശേഷ ഭാഗ ചിന്തകളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവമേ, ശാന്തവും മനോഹരമായ ഒരു വിശുദ്ധ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പകർച്ച രോഗത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയാതായിരിക്കുന്നതായ ഒരു സാഹചര്യം ഞങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവെ, ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഓൺലൈൻ മാധ്യമത്തിലൂടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഈ ഓൺലൈൻ മീഡിയയിലൂടെ കർത്താവ് ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കളെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവിക സംരക്ഷണം നിന്റെ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ ആ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ തൃത്വത്തിന്റെ സാന്നിധ്്യം, ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നു അങ്ങ് വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയൊരാഴ്ചവട്ടത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ
അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ സുഖഭദ്രമായി കാത്തു പരിപാലിക്കണമേ. പകർച്ചരോഗങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദേശത്ത് പാർക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ നന്മകൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അങ്ങ് പ്രദാനം ചെയ്യണമേ. കർത്താവെ, ആലയത്തെ അനുഗ്രഹിക്കണം. ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ നന്മകൾ അങ്ങ് നൽകണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ അങ്ങ് കൂടെ ഉണ്ടായിരുന്നു വഴിനടത്തി കാത്തു പരിപാലിക്കണമേ. ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം കർത്താവെ, അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സാക്ഷിച്ചുകൊണ്ട് നിന്റെ മക്കൾ ഓരോരുത്തരും ആയിരിക്കാൻ കർത്താവ് അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും ഈ നാളുകളിൽ രോഗികളായിട്ട് ഭാരപ്പെടുവാനോ ക്ഷീണിതരായി തീരുവാനോ നിരാശരായി തീരുവാനോ ഒന്നും ഇടവരാതെ അങ്ങ് കാത്തു പരിപാലിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സകലർക്കും ആശ്വാസദായകനാണ്. അങ്ങ് രോഗികൾക്ക് വൈദ്യനാണ്, രോഗത്തിന് മരുന്നാണ്. സർവശക്തനായ ദൈവമേ, ഈ പകർച്ചരോഗത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് കഴിയുന്ന ഓരോ മക്കളിന്മേലും അങ്ങ് പ്രവർത്തിക്കണമേ. ഓരോരുത്തർക്കും കർത്താവിന് സഹായം അയക്കണമേ. ഓരോരുത്തർക്കും അങ്ങ് സൗഖ്യം നൽകണമേ. ഏത് സാഹചര്യങ്ങളിൽ നിന്റെ മക്കളായിരിക്കുന്നുവോ കർത്താവ് അങ്ങ് അവരെ സന്ദർശിക്കണം. അങ്ങ് അവർക്ക് സൗഖ്യം നൽകണം, ആശ്വാസം നൽകണം. അവരെ ശുശ്രൂഷിക്കുന്ന ഭവനക്കാരായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് അവരെ കർത്താവ് അനുഗ്രഹിക്കണം. ആശുപത്രികളായിട്ട് ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരായി, നേഴ്സുമാരായി, ആരോഗ്യ പ്രവർത്തകരായി, മറ്റു സന്നദ്ധ സേവക സംഘങ്ങളായി, സന്നദ്ധ വ്യക്തികളായി, പ്രിയപ്പെട്ടവരായി, കർത്താവെ ഔദ്യോഗിക ഭാരവാഹികളായി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. അവരുടെ ശുശ്രൂഷകള്, അവരുടെ പ്രവർത്തനങ്ങള് ഈ നാളുകളിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ വ്യാപനം വളരെ വേഗം കുറയുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണമേ. വിദ്യാഭ്യാസ മേഖലകള് കർത്താവ് വളരെയധികം പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയാണ് ആയിരിക്കുന്നത്. ഉപജീവന മാർഗങ്ങള് കർത്താവ് വളരെയധികം പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയാണ് ആയിരിക്കുന്നത്. ഉപജീവന മാർഗങ്ങൾക്ക് പോകുവാൻ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പട്ടിണിയുടെ അനുഭവങ്ങൾ ഇതൊക്കെ മാറുവാൻ കർത്താവ് ഈ നാളുകളിൽ അങ്ങ് പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലൂടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. പലതരത്തിലുള്ളതായ തടസ്സങ്ങളാൽ ഈ നാളുകളിൽ കർത്താവ് ഓരോരുത്തരും ഭാരപ്പെട്ടുകൊണ്ട് കഴിയുന്നതായ സന്ദർഭങ്ങളിൽ ഈ പകർച്ചരോഗത്തിന്റെ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുവാൻ സർവശക്തനായ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ നിന്റെ മക്കൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയമപാലകരായി ഈ നാളുകളിൽ കർത്താവെ സേവനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ട്, മറ്റ് ജനപ്രതിനിധികൾക്കായിട്ട്, എല്ലാവർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യവും നിന്റെ മക്കളോടും കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്തു പരിപാലിക്കണം. രാജ്യത്തെ അനുഗ്രഹിക്കണം. ഭരണാധികാരികളെ അനുഗ്രഹിക്കണം. ഭരണാധികാരികളിലൂടെ അനുഗ്രഹങ്ങളും നന്മകളും ജനത്തിന് ലഭിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ അങ്ങ് ഇടവരുത്തണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളായി, യൗവനക്കാരായ മക്കളായി, മാതാപിതാക്കളായി, വാർദ്ധക്യത്തിലുള്ള അമ്മമാരായി, പിതാക്കന്മാരായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. കഴിഞ്ഞ ആഴ്ച പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തി കാത്തു പരിപാലിക്കണം. അവർക്ക് പുതിയ വയസ്സ്, പുതിയ വർഷം അനുഗ്രഹിച്ച് നൽകി അങ്ങ് വഴി നടത്തണമേ. ഈ ആഴ്ച പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവകൃപ പകരണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പുതിയ വയസ്സ് അനുഗ്രഹിച്ച് നൽകി കർത്താവെ അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ആ സർവശക്തനായ ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു അങ്ങ് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ ആലയത്തിലെ കുടുംബങ്ങളായിട്ട് വളരെയധികം പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, വേദനകളുടെ, ക്ലേശങ്ങളുടെ മധ്യത്തിലൂടെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ സന്ദർശിക്കണം. അങ്ങയുടെ ഒരു സാന്നിധ്യത്തിന്റെ മക്കളോടുകൂടെ ഉണ്ടായിരുന്ന വഴി നടത്തി കാത്തു പരിപാലിക്കണം. ആലയത്തിലെ കമ്മിറ്റി അംഗങ്ങളായി, സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരായി, പ്രിയപ്പെട്ടവരായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ നാളുകളിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ സഹായിക്കുന്ന, കരുതുന്ന വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി, പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഇരട്ടിയായുള്ള നന്മകൾ അങ്ങ് നിന്റെ മക്കൾക്ക് നൽകി അനുഗ്രഹിച്ച് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം കൂടെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കട്ടെ. അങ്ങയുടെ ക്രൂശിനെ നമ്മൾ വഹിച്ച് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ സകല ദോഷങ്ങളിൽ നിന്ന് പിടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി നമുക്ക് ഇന്നത്തെ ദിവസം, വിശുദ്ധ ദിവസം നൽകിയിരിക്കുന്ന വിഷയം ഞങ്ങൾ തൃത്വ ദൈവത്തെ ആരാധിക്കുന്നു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗമാണ് നമുക്ക് തിരുവചന ചിന്തകളിലൂടെ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. പെന്തക്കോസ്തിന് ശേഷം വരുന്ന ആദ്യത്തെ വിശുദ്ധ ദിവസമാണ് തൃത്വ ഞായർ അല്ലെങ്കിൽ തൃത്വ ദിനം എന്നുള്ളതായ ചിന്തയിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. യഹൂദന്മാരുടെ പെരുന്നാളുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓരോ പെരുന്നാളുകളും ഓരോ അർത്ഥം ഉള്ള ചിന്തകളാണ്, ഓരോ സംഭവങ്ങളുള്ള ചിന്തകളായിട്ടാണ് പെരുന്നാളുകളെ കുറിച്ച് വിശദമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ തൃത്വമാണെങ്കിൽ ആ ഒരു ചിന്തയുമായിട്ടോ പെരുന്നാളുകളുമായിട്ടോ ഉള്ള ഒരു ചിന്തയുമല്ല. എന്നാൽ വിശ്വാസ പ്രമാണമായി, വിശ്വാസ പ്രഖ്യാപനമായി, വിശ്വാസത്തിന്റെ ചൈതന്യമായി തൃത്വത്തെ നമുക്ക് പ്രതിനിധാനം ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദൈവ വിശ്വാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എങ്കിലും ഈ ഏകദൈവ വിശ്വാസത്തിൽ തന്നെ 3 ആളത്വങ്ങളുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നുള്ള 3 ആളത്വങ്ങൾ നിറഞ്ഞ ഒരു ചിന്തയായിട്ടാണ് ഏകദൈവ വിശ്വാസത്തെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതും ഏകദൈവ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ തൃത്വം എന്നുള്ളതായ ആ ഒരു ചിന്തയിലൂടെയുള്ള ഏകദൈവ വിശ്വാസമാണ് എന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ തൃത്വം എന്നുള്ളതായ പദം അതിൻ്റെതായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അതിന് സമാനമായുള്ള അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നാം വായിച്ചു കേട്ടതായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ എന്നുള്ളതായ ആ ഒരു ചിന്ത അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിലൂടെ നാം നമ്മുടെ എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ബഹുവചനമായിട്ടാണ് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഏകവചനമായിട്ടല്ല, ബഹുവചനമായിട്ട് എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ 3 ചിന്തകൾ ഒന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഒരു ചിന്തയെയാണ് നമുക്ക് നമ്മുടെ എന്നുള്ളതായ ആ ഒരു ചിന്തയിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അത് മാത്രമല്ല, യേശു കർത്താവും തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഈ തൃത്വം എന്ന ആശയം വരുന്നതായ തരത്തിൽ യേശു കർത്താവും അനേകം കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഞങ്ങൾ ഒന്നാകുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കേണ്ടുന്നതിന് എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നത് പോലെ എന്ന് യേശു കർത്താവ് മറ്റൊരു ചിന്തയിൽ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ടതായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. 3 ചിന്തകളെ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ലേഖന പാഠഭാഗത്തിലും അത് തന്നെയാണ്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 14-ന്റെ വാക്യത്തില് അവസാന വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്: കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നുള്ളതായ ഒരു ചിന്ത അവിടെ അപ്പോസ്തലനായ പൗലോസും പറയുന്നുണ്ട്. പഴയ നിയമഭാഗത്തും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചുവല്ലോ. അപ്പോൾ ഈ ഒരു ചിന്തയിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് തൃത്വം ബന്ധങ്ങളുടെ കൂട്ടായ്മയെ അവിടെ പ്രതിനിധാനം ചെയ്യുന്നു. തൃത്വം ബന്ധങ്ങളുടെ കൂട്ടായ്മയെ പ്രതിനിധാനം ചെയ്യുന്നു. തൃത്വം ഒന്നായിരിക്കുന്ന അവസ്ഥ പോലെ ബന്ധങ്ങൾ ഒന്നായിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബ ബന്ധം, പിതാവ്, മാതാവ്, മക്കൾ അവർ ഒരുമിച്ച് ഒന്നായിട്ട് ഒരു ഭവനത്തിൽ കഴിയുന്നതായ ആ ഒരു അനുഭവം, അതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ ഒന്നായി ഒരു ബന്ധത്തിൽ കഴിയുന്നത് പോലെ
അപ്രകാരം ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ കഴിയുന്നത് പോലെ കുടുംബ ബന്ധത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവത്തെ തൃത്വം എന്നുള്ളതായ ആ ഒരു ചിന്തയിലൂടെ കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളും സാമൂഹികമായുള്ള ബന്ധങ്ങളും സഭയുമായിട്ടുള്ളതായ ആ ഒരു ബന്ധങ്ങളും ഒരുമിച്ചുള്ളതായ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ തൃത്വം എന്നുള്ളത് ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെ നമുക്ക് അവിടെ തിരുവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് ഒരുമിച്ചുള്ള കൂട്ടായുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ടാണ് കൂട്ടായ്മയുടെ അനുഭവം എന്നുള്ളതായ ആ ഒരു ചിന്തയിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക തലമുറയ്ക്കും ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവം തൃത്വം എന്നുള്ളതായ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം മാതൃകയാണ്, നാം അത് പിന്തുടരേണ്ടുന്നതുമാണ് എന്നുള്ളതായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ധ്വനി നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് തൃത്വം സാക്രമെന്റുകളുടെ കൂട്ടായ്മയാണ്. തൃത്വം സാക്രമെന്റുകളുടെ കൂട്ടായ്മയാണ്. സ്നാനം, തിരുവത്താഴം, വിവാഹം, സ്ഥിരീകരണം എന്ന് തുടങ്ങുന്നതായ 7 കൂദാശകൾ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 കൂദാശകൾ അല്ലെങ്കിൽ ഈ കൂദാശകൾ സമാപിക്കുന്നതോ ആരംഭിക്കുന്നതോ ഈ തൃത്വ ദർശനത്തിലൂടെയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സ്നാനം ഒന്ന്, തിരുവത്താഴം ഒന്ന്, ദൈവം ഒന്ന് എന്നുള്ളതായ ആ ഒരു ചിന്തയിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ തൃത്വത്തിലാണ് ഈ കൂദാശകളെല്ലാം നമ്മെ ആശീർവദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുന്നതായ സന്ദർഭത്തിൽ യേശു കർത്താവ് പറഞ്ഞതായ ഒരു ചിന്ത തന്നെ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ജനത്തെ ഉപദേശിച്ചും കൊണ്ട് നിങ്ങൾ നടപ്പീൻ എന്ന് യേശു കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് ശിഷ്യന്മാരെ നിയോഗിക്കുന്നതായ സന്ദർഭത്തിൽ അവരെ അഭിഷേകം ചെയ്ത് അവരെ അനുഗ്രഹിച്ച് പറയുന്ന ഒരു ചിന്തയാണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ കൂദാശകൾ ആരംഭിക്കുന്നതും അത് സമാപിക്കുന്നത് അല്ലെങ്കിൽ അത് അവസാനിക്കുന്നതും തൃത്വനാമത്തിലാണ് അല്ലെങ്കിൽ തൃത്വത്തിലാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൃത്വം സാക്രമെന്റുകളുടെ കൂദാശകളുടെ കൂട്ടായ്മ എന്നുള്ളതായ ഒരു ചിന്തയിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ തൃത്വം കൂട്ടായ്മയുടെ ആഘോഷത്തെ രേഖപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. തൃത്വം കൂട്ടായ്മയുടെ ആഘോഷം. പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് വരുന്ന ആ ഒരു വിശുദ്ധ ദിവസമാണ് തൃത്വം ഞായർ. അപ്പോൾ ഇതിന് മുന്നായി അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് ഞായർ ആഴ്ച അല്ലെങ്കിൽ ഞായർ ദിനത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് ദിനത്തിൽ തന്നെ അവർ വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പെന്തക്കോസ്ത് പെരുന്നാളിനായിട്ട് വന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതായ ആ ഒരു സന്ദർഭത്തിൽ അവിടെ കൂടിയുണ്ടായിരുന്ന രാജ്യങ്ങളും ജനങ്ങളുടെയും കണക്കുകൾ അവിടെ പറയുന്നുണ്ട്. അവർ ഒരുമിച്ച് കൂടി 15 രാജ്യങ്ങളിൽ നിന്നായിട്ട് 70 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നുള്ളതാണ്. 15 രാജ്യങ്ങളിൽ നിന്ന് 70 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിക്കുന്നതായ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുന്നതായ ഒരു അവസരം, ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രത്യക്ഷമായതായ സന്ദർഭത്തിൽ, അവരിൽ പ്രവർത്തിച്ചതായ സന്ദർഭത്തിൽ അവരെല്ലാവരും അവരുടേതായ ഭാഷകളിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണമുള്ളതായ തരത്തിൽ അവർ അവിടെ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ തൃത്വം എന്നുള്ളത് കൂട്ടായ്മയുടെ ഒരു ആഘോഷമായിട്ട് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പല ഭാഷകൾ, പല സാഹചര്യങ്ങൾ, പല ആചാരങ്ങൾ, പല അനുഷ്ഠാനങ്ങൾ ഇവകളുടെ മധ്യത്തിലൂടെ എല്ലാം ആയിരുന്നവർ അവിടെ ഒരുമിച്ച് കൂടിയതായ സന്ദർഭത്തിൽ ഒരു കൂട്ടായ്മയുടെ അനുഭവം പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവത്തിലൂടെ, പുത്രനായ ദൈവത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ആ ഒരു തൃത്വത്തിന്റെ ഒരു കൂട്ടായ്മയുടെ അനുഭവം അവർക്ക് യഥാർത്ഥത്തിൽ ദർശിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് അവിടെ ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ തൃത്വം എന്നുള്ളത് ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ്. തൃത്വം സാക്രമെന്റുകളുടെ കൂട്ടായ്മയാണ്. തൃത്വം കൂട്ടായ്മയുടെ ആഘോഷമാണ് എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചു. ദൈവ സൃഷ്ടിയിൽ ഒന്നും തന്നെ വ്യത്യസ്തങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്. നമ്മെ സ്നേഹിക്കുകയും തന്റെ പ്രിയനിൽ സ്വീകരിക്കുകയും ചെയ്ത പിതാവായ ദൈവം, നമ്മെ സ്നേഹിച്ച് തന്റെ സ്വന്തം പുത്രന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകിയ പുത്രനായ ദൈവം, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകർന്നു തരുന്ന പരിശുദ്ധാത്മാവാം ദൈവം,
ഈ തൃത്വ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നമ്മുടെ ബന്ധങ്ങൾ കൂട്ടായ്മയുള്ളതാവട്ടെ. നാം സ്വീകരിക്കുന്നതായ സാക്രമെന്റുകൾ കൂട്ടായ്മയുടെ അനുഭവമുള്ളതായി തീരട്ടെ. നമ്മുടെ കൂട്ടായ്മ അനുഭവം കൂട്ടായ്മയുടെ ആഘോഷമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, തൃത്വം ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ്. തൃത്വം സാക്രമെന്റുകളുടെ കൂട്ടായ്മയാണ്. തൃത്വം കൂട്ടായ്മയുടെ ആഘോഷമാണ് എന്നുള്ളത് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ഭൂമിയിലുള്ളതായ ഞങ്ങളുടെ ബന്ധങ്ങൾ കൂട്ടായ്മ അനുഭവമുള്ളതായി തീരുവാനും ഞങ്ങൾ സ്വീകരിക്കുന്നതായ കൂദാശകൾ കൂട്ടായ്മ അനുഭവം നിറഞ്ഞതായിരിക്കുവാനും ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്നതായ ആരാധനകൾ കൂട്ടായ്മയുടെ ആഘോഷമായി തീരുവാനും തക്കവണ്ണം കർത്താവെ, തുടർന്നതായ ദിനങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അങ്ങ് ഞങ്ങളിലൂടെ ഇത് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തൃത്വദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാനും തക്കവണ്ണം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ കേട്ടതായ തിരുവചന ചിന്തകൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ, അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഒരാഴ്ചപ്പെട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണം. വീണ്ടും വരുന്ന പരിശുദ്ധ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് അങ്ങ് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വഴി നിർത്തി കാത്തുപരിപാലിക്കണം. സകല നന്മകളാലും നിറയ്ക്കണം. എല്ലാ നിന്റെ മക്കളെയും കർത്താവും കാത്തുപരിപാലിച്ച് അങ്ങ് വഴി നടത്തണം. ആരും ഈ നാളുകളിലെ കഷ്ടതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പട്ടിണിയോ ഒന്നും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരുത്താതെ അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന് എല്ലാവരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തി കാത്തുപരിപാലിക്കണം. ആലയത്തെ, കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ആവശ്യമായ നന്മകളാലും നിറയ്ക്കണം. യേശു രക്ഷകന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാ പ്രിയപ്പെട്ടവരോടും സഭയോടും കുടുംബങ്ങളോടും ദേശത്തോടും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.